ഹലോ ചങ്കുകളെ, നമസ്കാരമുണ്ട്. ഞാൻ ശാന്തകുമാരി കുവൈറ്റാണ്. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൽ സന്തോഷമുണ്ട്. ഇനിയും മുന്നോട്ട് അങ്ങനെ തന്നെ പോകണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ബജറ്റിനെയാണ്. എന്താ പറയണ് ആൾക്കാർ, നമ്മളുടെ ഇന്ത്യയിൽ പിന്നെ നമ്മുടെ ചിത്രത്തിൽ പോലും കേരളം ഇല്ല എന്നാണത്രേ സീതാരാമൻ പറഞ്ഞതെന്നാണ് പറയണത്. എന്താ അത് കേരളത്തിനെ അവർ വെറും ചപ്പ് പോലെയാണ് അവ വലിച്ചെറിഞ്ഞിരിക്കുന്നത്. നമ്മുടെ കേരളത്തിന് അവരൊന്നും തന്നിട്ടില്ല. പിന്നെ ഈ തൃശ്ശൂരത്തെ ആൾക്കാർ എന്താ വിചാരിച്ചത്, സുരേഷ് ഗോപിയും മറ്റേ ആളും ഒക്കെ മന്ത്രിയായി പറഞ്ഞ കേരളത്തിനെ അങ്ങനെ അവിടുത്തെ പ്രധാനമന്ത്രിയും ഇവരൊക്കെ കൂടിയിട്ട് തലയിലേറ്റിട്ട് നടക്കുന്നതായിരിക്കും വിചാരിച്ചിട്ടുണ്ടാകുക. തൃശ്ശൂർക്കാർ ജയിപ്പിച്ച് വിട്ടതേ ഒന്നും കിട്ടില്ല. എന്താ നിങ്ങൾ വിചാരിച്ചത്? ഇത് ജനങ്ങൾക്കൊക്കെ ഭ്രാന്ത് തന്നെ, അല്ലാണ്ട് എന്താ ഈ കാട്ടുന്നത്? അതന്നെ നന്നായുള്ളൂ, നമ്മളെയൊക്കെ ഓമ്പിച്ചത്. കേരളത്തിന് വേണ്ടിയിട്ട് കേരളമേ ഇല്ല പറഞ്ഞിട്ട് അവരൊക്കെ ഓമ്പിച്ചത് അതന്നെ. എന്തായാലും നമ്മളുടെ ആൾക്കാർ ഒന്നിനും ഒരു ബുദ്ധിയും ഇല്ല, വെളിവും ഇല്ലാത്ത ആൾക്കാരാണ്. അങ്ങനത്തെ ഒരു മനുഷ്യർ ഇങ്ങനെയുണ്ടോ ഒരാൾക്കാർ? എന്തായാലും സ്വർണത്തിന് വില കുറഞ്ഞിട്ടുണ്ട് എന്ന് പറയണു, വെള്ളിക്കും വില കുറഞ്ഞിട്ടുണ്ട് പറയണു. അപ്പോൾ ഇനി എൻ്റെ ഓർമ്മയിൽ 10,000 15,000 ഉണ്ടായിരുന്നു. ഞാൻ അതുപോലെ ചിലപ്പോൾ 10,000-12,000 ഉറുപ്പ്യ ഉണ്ടാവുകയുള്ളായിരിക്കും. എന്തായാലും ഇനി നമ്മുടെ മക്കളെയൊക്കെ കെട്ടിക്കൊടുക്കാല്ലേ. എന്നാണ് പറയണത്. നമ്മുടെ കേരളത്തിൽ നിന്ന് കുറേ ആൾക്കാർ പോയിട്ടില്ലേ ജയിച്ചിട്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്ന് വിചാരിക്കും. അപ്പോൾ സുരേഷ് ഗോപി ഇപ്പോൾ ജയിച്ചിട്ട് കുറേ മാസമായില്ലേ. എന്താ അത് പെട്രോളിനൊക്കെ നല്ല വില കുറഞ്ഞുണ്ടായി, വണ്ടിയിൽ ഒഴിക്കുന്ന എണ്ണയില്ലേ അതിനൊക്കെ വില കുറഞ്ഞ. എന്താ അത് തൃശ്ശൂർക്കാർക്ക് ഇതൊന്നും വെളിവില്ലേ ചോദിക്കാൻ? എന്താ ചോദിച്ചുകൂടെ? എണ്ണയ്ക്ക് വില കുറച്ചാ, ഗ്യാസിന് വില കുറച്ചാ എന്നൊക്കെ നിങ്ങളല്ലേ പറയുന്നത്. സുരേഷ് ഗോപി അങ്ങനെ ചെയ്യും, സുരേഷ് ഗോപി ഇങ്ങനെ ചെയ്യും എന്നൊക്കെ. എന്നിട്ട് എന്തായി ഇപ്പോൾ? ഞാൻ എപ്പോൾ നോക്കുമ്പോഴും അയാൾ എപ്പോഴും അമ്പലത്തേക്ക് തൊഴുകാൻ പോകുക. അയാളിൻ്റെ കാര്യത്തിൽ ഒരു ജോക്ക് തന്നെ അയാൾ കാട്ടിക്കൂട്ടണത്. അയ്യോ, ഇങ്ങനെ ഒരു തലയ്ക്ക് സുഖമില്ലാത്ത കുറേ ആൾക്കാർ നിങ്ങൾ അറിഞ്ഞില്ലേ? എവിടെയാണ്? ഗുജറാത്തിലാ എവിടെയോ ഒരു അമ്പലത്തിലേക്ക് ഒരു മാസം ആൾക്കാർ നടന്നു പോകും അത്രേ. അപ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ ചായക്കട വെച്ചതൊക്കെ മാപ്പിളമാരും ഹിന്ദുക്കളൊക്കെ ഉണ്ടത്രേ. അവരൊക്കെ പേരെഴുതി വെക്കണം പറഞ്ഞിട്ട് കോടതിയിൽ പോയപ്പോൾ കോടതി വടിയെടുത്തിട്ട് അവരിനെയൊക്കെ ഓടിച്ചു വിട്ടു എന്ന് പറയണു. നിങ്ങളിൽ അറിഞ്ഞില്ലേ ന്യൂസിൽ ഇതൊക്കെ? എന്തിനാ ഇങ്ങനെ ജാതിനെ പറഞ്ഞിട്ട് മാപ്പിളമാരിനെയും എല്ലാ ജാതിക്കളിനെയും വേറെ നിർത്തുന്നു, താഴ്ന്ന ജാതിക്കളിനെയൊക്കെ? എന്താ ഈ ലോകത്തിൽ ഈ ബ്രാഹ്മണർക്കും നായന്മാർക്കും മാത്രം ജീവിച്ചാൽ മതിയാ? നമ്മളെ പോലെയുള്ളവർക്കൊന്നും ജീവിക്കണ്ടേ? എന്താ അത് താഴ്ന്ന ജാതിക്കാർക്ക് ജീവിക്കണ്ടേ ഈ ലോകത്തിൽ? എന്താ ബ്രാഹ്മണന്മാർക്ക് മാത്രം ജീവിക്കാൻ പറ്റുള്ളൂ? നമ്മളൊക്കെ ഉള്ളത് കൊണ്ടാണ് അവർ എങ്ങനെയെങ്കിലും ജീവിക്കുന്നത്. എന്താ അയാൾ ഓരോരോ മുണ്ടും തോളിലൊരു തോർത്ത് വിട്ടിട്ട് ഒരമ്പലത്തിൽ പോയിട്ട് പാവം ഒരു കിഴവനെ തോളിലിട്ട് കൊടുക്കണുണ്ട്. അയാളത് വാങ്ങിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് കൈ കൊടുക്കാൻ പോയപ്പോൾ കൈ കൊടുത്തില്ല. അത് കഴിഞ്ഞ് വേറെ ഒരാളോട് പോയപ്പോൾ ഒരാൾ കൈ തൊടാൻ പോയതാണ്, അയാളിനെ തട്ടി മാറ്റിയത്. എന്താ അത്? അയാൾ ഇതിലിപ്പോൾ സുരേഷ് ഗോപിനെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്താ പറഞ്ഞാൽ പിന്നെ അയാൾ അന്നേ പറഞ്ഞതല്ലേ, ഇനി ഞാൻ ജനിക്കുകയാണെങ്കിൽ ബ്രാഹ്മണനായിട്ട് ജനിക്കണം, എന്നിട്ട് അയ്യപ്പ സ്വാമിനെ എന്നിട്ടും ആൾക്കാരൊക്കെ അയാൾക്ക് കുത്തിയിട്ട് ജയിപ്പിച്ചില്ലേ നിങ്ങൾ? അപ്പം നിങ്ങളുടെയൊക്കെ തലയിലാണ് വെളിവില്ലാത്തത്, അയാൾക്കല്ല. മനസ്സിലായ? ഇനിയെങ്കിലും ജനങ്ങളെ നിങ്ങൾ കുറച്ച് വെളിവോടുകൂടി ചിന്തിച്ചിട്ട് നടക്കി. അത് വലിയ ജാതിക്കാരനെ, നമ്മളെ പോലെയുള്ളവരൊക്കെ നമ്മളെ പോലെ തന്നെ. അപ്പം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോളേ. ശരി.